Hi and welcome to Twinkle Time Thoughts. കർഷകനും മൂർഖനും. ഇതൊരു വിശ്വാസത്തിൻ്റെ കഥയാണ്. ഒരിടത്ത് കാലിയ എന്നു പേരായ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ കഠിനാധ്വാനിയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമായിരുന്നു. ഉപജീവനത്തിനായി തൻ്റെ കൃഷിയിടത്തിൽ അയാൾ അഹോരാത്രം പണിയെടുത്തു. അയാൾക്ക് കേശവ് എന്നു പേരായ ഒരു മകനുണ്ടായിരുന്നു. അവനും അച്ഛനെ ജോലിയിൽ സഹായിച്ചിരുന്നു. അയാളുടെ കൃഷിയിടത്തിൽ ഒരു ചിതൽപുറ്റുണ്ടായിരുന്നു. നിലമുഴുന്നതിന് തടസ്സമായി നിന്ന് അത് തട്ടിക്കളയുവാൻ അയാൾ തീരുമാനിച്ചു. അത് തട്ടിക്കളഞ്ഞ് തീരാറായപ്പോൾ ഒരു മൂർഖൻ പാമ്പ് അതിൽ നിന്നും വെളിയിലേക്ക് ഇഴഞ്ഞു വന്നു. പാമ്പിനെ കണ്ട അയാൾ ആദരപൂർവ്വം മുട്ടുകുത്തി നിന്ന് അതിനൊരു പാത്രത്തിൽ പാൽ നൽകിയ ശേഷം തൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അവിടെ എത്തിയ കാലിയ കണ്ടത് തൻ്റെ പാത്രത്തിൽ ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നതാണ്. നന്ദിപൂർവ്വം അയാൾ അതെടുത്തു വീട്ടിൽ പോയി. അന്നു മുതൽ എല്ലാ ദിവസവും അയാൾ ഒരു പാത്രം പാൽ അവിടെ പാമ്പിനായി വെച്ചു കൊടുക്കുവാൻ തുടങ്ങി. അടുത്ത ദിവസം ഓരോ സ്വർണ്ണ നാണയം അയാൾക്ക് ലഭിച്ചും പോന്നു. കൃഷി ആവശ്യത്തിനായുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ഒരിക്കൽ കാലിയയ്ക്ക് അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകേണ്ടതായി വന്നു. പാമ്പിന് വേണ്ടി പാൽ കരുതി വെച്ച് കൊടുക്കണമെന്ന് മകനോട് പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞത് മകൻ അനുസരിച്ചു. അടുത്ത ദിവസം അവനും കിട്ടിയ ഒരു സ്വർണ്ണ നാണയം. ചെറുപ്പക്കാരനായ കേശവിന് സത്യം മനസ്സിലായില്ല. അവൻ പാമ്പിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. പാമ്പിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്വർണമാണെന്ന് അവൻ വിചാരിച്ചു. പാമ്പിനെ കൊല്ലാനായി വടിയെടുത്തതും അത് അവനെ കടിച്ചു കൊന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ കാലിയ മകൻ്റെ വിയോഗമറിഞ്ഞ് അതീവ ദുഃഖിതനായി. അതേസമയം പാമ്പിനോട് അയാൾക്ക് സഹതാപവും തോന്നി. അയാൾ പാമ്പിനെ തേടിച്ചെന്നു. പതിവ് പോലെ പാൽ കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ മകൻ ചെയ്ത തെറ്റ് ദയവ് ചെയ്ത് മാപ്പാക്കണം. പഴയതുപോലെ എന്നെ വിശ്വസിക്കണം. ഇനി നിന്നെ ഉപദ്രവിക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. പാമ്പ് ചീറ്റിക്കൊണ്ട് പറഞ്ഞു, ഖേദിക്കുന്നു ചങ്ങാതി, എന്നോട് ചെയ്ത തെറ്റ് ഞാൻ മറക്കില്ല. നിന്റെ മകൻ്റെ വേർപാട് നിനക്കും മറക്കാനാവില്ല. നമ്മൾക്ക് വേർപിരിയാം. ഇനി അന്വേഷിച്ചു വരരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാമ്പ് ഇഴഞ്ഞു നീങ്ങിപ്പോയി. ഗുണപാഠം: വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ വീണ്ടെടുക്കുക പ്രയാസം. Thank you for watching. Please do share, like and subscribe our channel. Thank you.